നമ്മൾ അതായത് ഇപ്പൊ പറയുന്നത് അറിയാമോ, സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. പണ്ട് സ്മോക്കിംഗ് ഇസ് ഡേഞ്ചറസ് ടു ഹെൽത്ത് എന്ന് പറയാറില്ലേ? ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ പോലെ ഇരിപ്പ് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരു ചെറിയൊരു കാര്യം മാത്രം ടിപ്പായിട്ട് പറയാം. അതായത് ഓരോ അരമണിക്കൂർ ഇരിക്കുമ്പോഴും നിങ്ങളൊന്ന് എണീച്ച് 2 മിനിറ്റ് നടന്നിട്ട് കാറ്റ് കൊണ്ട് തിരിച്ചു വന്നിരിക്കുക. ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം വളരെ വളരെ നല്ല ഗുണമാണ്. എന്നാൽ ഇങ്ങനാണെങ്കിൽ പോലും നടുവേദനയും മുട്ടുവേദനയും കലശലായി ബാധിക്കുന്ന രോഗികൾ നിങ്ങൾക്ക് ഒത്തിരി പേരുണ്ട്. അവർ ദയവ് ചെയ്ത് യഥാസമയത്ത് അസ്ഥിരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടുക. കാരണം മുളയിലെ നുള്ളിക്കളയാൻ പറ്റുന്ന അസുഖങ്ങൾ നമ്മൾ വെച്ച് പുലർത്തി വളർത്തി അവരെ വലുതാക്കി എന്നിട്ടത് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ചില കാലത്തേക്കുള്ള ചികിത്സ എന്ന രീതിയിൽ ആക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയുമ്പോൾ കൂട്ടത്തിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മയുടെ രോഗങ്ങൾ നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റാതെ പോകുന്നില്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വരാൻ പറ്റാത്തതിന്റെ കുറ്റബോധങ്ങളില്ലേ? ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അസുഖങ്ങൾ നീണ്ടു പോകുന്നില്ലേ? മരുന്ന് കിട്ടാതെ പോകുന്നില്ലേ? ചികിത്സ നീളുന്നില്ലേ? അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് മുത്തൂറ്റ് ഹെൽത്ത് കെയറിൽ കോഴഞ്ചേരിയിലും പത്തനംതിട്ടയിലും ഞങ്ങളിൽ കുറച്ച് ഡോക്ടർമാർ വൈകുന്നേരം 6 മുതൽ 9 മണി വരെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ജോലി തിരക്കുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അസുഖം നാളത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന കുറ്റബോധം ഉണ്ടെങ്കിൽ ഇനി അത് വേണ്ട. നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങളുടെ ജോലി തിരക്കിന് ശേഷം ഞങ്ങൾ വന്ന് കാണും. വീട്ടിലെ അസുഖങ്ങൾ വലുതാക്കാതെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയുള്ള വാതിൽ തുറക്കുന്നു. അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നല്ലത് വരട്ടെ. താങ്ക് യു.